ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സെറ്റ്സെറ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ചെടിയാണ്. നല്ല ഇൻഡോറൊക്കെ ആയിട്ട് നന്നായിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്താം. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൽ പൂവ് ഉണ്ടാവുമെങ്കിൽ കൂടിയിട്ടും ഇതിൻ്റെ ആ ലീഫിൻ്റെ ഭംഗി കൊണ്ട് വളർത്തി വരുന്ന ഒരു ചെടിയാണ്. നമുക്ക് മെയിനായിട്ട് 2 കളറിലാണ് ഈ ഒരു വെറൈറ്റി ഉള്ളത്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ഗ്രീനിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ലീഫ് വരുന്ന 2 വെറൈറ്റിയാണ് ഉള്ളത്. പിന്നെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട്. അത് ഒരു ഗ്രീൻ കളറാണെങ്കിലും അതിൻ്റെ ലീഫിലുള്ളൊരു വെറൈറ്റിയാണുള്ളത്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു വളഞ്ഞൊരു കേവായിട്ട് നിൽക്കുന്നതാണ് ഈ ലീഫിൻ്റെ അറ്റത്തേക്ക് വരുന്നത്. ഈ ഒരു വെറൈറ്റിയും നമുക്കുണ്ട്. അപ്പോൾ സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റൊക്കെ കാണുമ്പോൾ ആയിരിക്കും ഇത് പിടിച്ച് കിട്ടാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചെടികൾക്ക്. പിന്നെ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, ഒരിക്കൽ ഈ ഒരു തണ്ടോടുകൂടി ലീഫ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വർഷങ്ങളോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഒരു കിഴങ്ങിൽ നിന്നാണ് ഇത് പൊട്ടിമുളയ്ക്കുന്നത്. നമുക്കിതിപ്പോൾ ലീഫ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ തണ്ട് ഉപയോഗിച്ചിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലീഫ് എടുത്ത് കുറച്ച് ദിവസം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ ഒരു കിഴങ്ങ് ഉണ്ടാവുകയും പിന്നീട് അതൊരു പുതിയ ചെടിയായി വരികയും ചെയ്യുന്നതാണ്. നമുക്ക് തണ്ടും അതുപോലെ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമ്മളങ്ങനെ കുറച്ച് ദിവസം മുന്നേ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു അറ്റത്ത് ഒരു കിഴങ്ങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ കിഴങ്ങിൽ നിന്ന് വേരുകളായി പിന്നെ പുതിയത് തൈകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത് നമ്മൾ മൂത്ത ഒരു സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് നമുക്കിതുപോലെ വേരുകളായിട്ട് കിഴങ്ങുണ്ടായി വേരുകളായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ. പിന്നീട് നമുക്കിത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് നന്നാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നു, ഇതിലുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മൂത്ത തണ്ട് നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലാണ് എളുപ്പത്തിൽ ഉണ്ടായി കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1-2 എണ്ണം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് സമയത്തിന് നമ്മൾ റീപോർട്ട് ചെയ്യുന്നതും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിപ്പോൾ ചെറിയ പോട്ടാണെങ്കിൽ നമ്മൾ ചെടി വലുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ പോട്ട് വലുതാക്കിയിട്ട് റീപോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കിഴങ്ങ് വന്ന് ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ പോട്ടാകുമ്പോൾ നമ്മളെ ചെടി പറ്റേ ക്ഷീണിച്ചു പോകാനോ അതുപോലെ തന്നെ ചെടീൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ലീഫ് എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾ നിൽക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ചട്ടിയിൽ തന്നെ ഒരുപാട് തൈകൾ തിങ്ങി വളരുന്നത് കാരണം ചെടികൾ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയും കൂടിയും വേണം, എന്നാലേ ഈ ചെടി ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾ വലിയ പോട്ടിലേക്കൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വലിയ ലീവ്സായി നല്ല വലിയ ചെടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ 2 വലിയ പോട്ടുണ്ട്. ആ 2 വലിയ പോട്ടിലും അത്യാവശ്യം വലിയ ചെടിയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. ലീഫ് നോക്കിയാൽ അറിയാം, നല്ല വലുപ്പത്തിലുള്ള ലീഫാണ്. നമ്മൾ ചെറിയ ചട്ടിയിൽ നട്ടു കൊടുക്കാൻ അങ്ങനെ നമ്മളിപ്പോൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് വലുപ്പത്തിൽ വെക്കണം എന്നില്ല. അതുപോലെ തന്നെ ടേബിൾ സൈഡിൽ വിൻഡോ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ ചട്ടിയിൽ ചെറിയ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെടുത്തുള്ള ഈ ഒരു ബ്ലാക്ക് വെറൈറ്റി നമുക്ക് ആദ്യം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് പുതിയത് കിഴങ്ങ് വന്ന് തൈ ഉണ്ടായപ്പോൾ നമ്മൾ ഇത് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പം വലിപ്പം വെച്ചു. ഒരു 3 തൈക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പോട്ട് മാറ്റാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അത്യാവശ്യം ഒരു ചെറിയ പോട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി വലിപ്പത്തിലുള്ളൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ യാതൊരു കാരണവശാലും നമ്മളെ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഹോളുള്ള പോട്ട് മേടിക്കുക. അപ്പോൾ ഈ ഒരു പോട്ടിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. ഞാൻ കാണിച്ചു തന്ന ഒരു കിഴങ്ങിൽ നിന്നാണ് ഈ ഒരു ചെടി ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ആ കിഴങ്ങ് വെള്ളം കെട്ടിക്കിടന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് കട്ടിയല്ലാത്ത പോട്ടി മിക്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്.
കാരണം ഞാൻ പറഞ്ഞു വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല എന്ന്. പിന്നെ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുള്ളതൊക്കെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെയാണ് പോട്ടിൽ നിന്ന് ആ ഒരു ചെടി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിഴങ്ങിൽ നിന്നാണ് ഈ ഒരു ചെടി ഉണ്ടാവുന്നത് തന്നെ. ഈ ഒരു കിഴങ്ങ് ചീഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് പ്ലാന്റ് റീപോർട്ട് ചെയ്യാം, അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ലീഫോ തണ്ടോ ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ലീഫും തണ്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാണുന്ന പോട്ടുകളിലൊക്കെ നിറച്ചും നമുക്ക് പ്ലാന്റ് ഉണ്ടായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്നാണ് ഒരുപാട് പ്രാവശ്യം കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ചെടിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഡോറായിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിന് കൂടുതൽ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ വെച്ചിട്ട് ഒരു തുണിയിൽ ഓയിലാക്കിയിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ പുറത്തൊക്കെ ആകുമ്പോൾ പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റ് പ്ലാന്റിൻ്റെ ഒരു കെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീപോർട്ട് ചെയ്യുന്നതും കൂട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഡെക്കറേറ്റീവ് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് അലങ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.